അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായും ചപ്പാത്തിൻ്റെ കൂടെ ദോശൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ് ഉണ്ടാക്കുന്നത്. ഭുജി, മുട്ട കോട്ടുവാള എന്നൊക്കെ പറയും. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ ഓൺ ചെയ്തൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. 3 അല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് 10 സെക്കൻഡ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരു വലിയ ഉള്ളി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി നന്ന ബ്രൗൺ ആവണ്ട, ഈ ഒരു പരുവത്തിലായാൽ മതി. ഇനി ഇതിലേക്ക് 2 തക്കാളി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് വട്ടത്തിൽ മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. അതാക്കണ്ട, നല്ലപോലെ തക്കാളിയൊക്കെ നല്ല ഇതിൽ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മുട്ട ഒട്ടിച്ച് വെച്ച് കൊടുക്കാം. 3 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കൈവിടാതെ തന്നെ ഇളക്കി എടുക്കി വറുത്തെടുക്കാം. മുട്ട ഭുജി ആയിട്ടുണ്ട്. കുറച്ച് ലൂസ് നനവോട് കൂടിയാണ് വേണ്ടെങ്കിൽ ഇതുപോലെ മാറ്റി സ്റ്റൗ ഓഫ് ചെയ്യാം. അല്ല കുറച്ചും കൂടി ഡ്രൈ വേണമെങ്കിൽ കുറച്ചും കൂടി ഇളക്കി ഡ്രൈ ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില വിതറി കൊടുക്കണം. അതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മളെ മുട്ട ഭുജി റെഡിയായി. ദോശൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.